ന്യൂസ് 16 കേരള. ഗാസയിൽ പട്ടിണി മരണം വ്യാപകം, ഇസ്രയേലിന് മുന്നറിയിപ്പുമായി യൂറോപ്യൻ യൂണിയൻ. നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ? ഭാരം കൂടിപ്പോയി, റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട. നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. എയർ ആൻഡ് സീ കാർഗോ, കൊറിയർ സർവീസ്, റോഡ് ഫ്രൈറ്റിംഗ്. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. അപ്പോൾ ഇനി ടെൻഷൻ വേണ്ട. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. പട്ടിണി മരണം വ്യാപകമായ ഗാസയിൽ ഇസ്രയേലിന് മുന്നറിയിപ്പുമായി യൂറോപ്യൻ യൂണിയൻ. ഭക്ഷ്യവിതരണം തടസ്സപ്പെടുത്തിയാൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് EU വിദേശനയ മേധാവി വ്യക്തമാക്കി. മനുഷ്യനിർമ്മിത പട്ടിണിയും ക്ഷാമവും ഗാസയെ ഭൂമിയിലെ നരകമാക്കി മാറ്റിയതായി ആഗോള ആരോഗ്യ സംഘടനാ മേധാവി തെദ്രോസ് കുറ്റപ്പെടുത്തി. ഇന്ന് മാത്രം 8 പേർ കൂടി ഗാസയിൽ കൊല്ലപ്പെട്ടു. കൊടും പട്ടിണി ആയുധമാക്കി ഗാസയിൽ ഫലസ്തീൻ വംശഹത്യ തുടരുന്ന ഇസ്രയേലിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായാണ് യൂറോപ്യൻ യൂണിയൻ രംഗത്ത് വന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇതിനകം 100-ലേറെ പേർ പട്ടിണി മൂലം മരിച്ച സാഹചര്യത്തിലാണ് EU മുന്നറിയിപ്പ്. ഉടൻ സഹായം ഉറപ്പാക്കാൻ തയ്യാറാകണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടു. ഇസ്രയേൽ വാക്കുപാലിച്ചില്ലെങ്കിൽ എല്ലാ സാധ്യതകളും മുന്നിലുണ്ടെന്ന് EU വിദേശനയ മേധാവി കാജ കലാസ് വ്യക്തമാക്കി. ഗാസയിൽ അടിയന്തര സഹായം എത്തിക്കണമെന്ന ആവശ്യവുമായി 111 ആഗോള സംഘടനകളും രംഗത്തുണ്ട്. ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ്, ഓക്സ്ഫാം ഇന്റർനാഷണൽ, ആംനസ്റ്റി തുടങ്ങിയ സംഘടനകളാണ് രംഗത്ത് വന്നത്. ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഇസ്രയേൽ ഒരുക്കിയ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ മരണക്കെണികളായി മാറുകയാണെന്ന് സംഘാടകർ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ബ്രിട്ടനും കാനഡയും അടക്കം 29 രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ അടിയന്തരമായി കൂട്ടക്കൊല അവസാനിപ്പിക്കണമെന്ന് ഇസ്രയേലിന് കത്തെഴുതിയിരുന്നു. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഗസ വെടിനിർത്തൽ ചർച്ചകൾക്കായി മേഖലയിലേക്ക് പുറപ്പെടും. റോമിൽ ഇസ്രയേൽ നയകാര്യ മന്ത്രി റോൺ ഡർമറുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ദോഹയിലെത്തുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. എന്നാൽ ഗാസയിൽ നിർണായക പോരാട്ടമാണ് സൈന്യം ഇപ്പോൾ തുടരുന്നതെന്നും ലക്ഷ്യം നേടും വരെ പിൻവാങ്ങില്ലെന്നും ഇസ്രയേൽ സൈനിക മേധാവി പ്രതികരിച്ചു. ഗാസയിൽ ഇന്നലെ മാത്രം 77 പേരാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത്. ഇവരിൽ ഭക്ഷണത്തിന് കാത്തുനിന്ന 25 പേരും ഉൾപ്പെടും. ഭക്ഷണം കാത്തു നിൽക്കുന്നവർക്കു നേരെയുള്ള ഇസ്രയേൽ ക്രൂരതകളിൽ ജീവൻ നഷ്ടമായവരുടെ എണ്ണം 1054ആയി. ഇസ്രയേൽ വംശഹത്യയിൽ ഇതുവരെ 59,029 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.